പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ദൈവത്തിൻ്റെ ചില പ്രവർത്തികൾ നിനക്കായി കടന്നു വരും. വിശ്വസിക്കുക. ഹബക്കുക്ക് 1:4 നമ്മൾ ഈ ഒരു വചനം കാണുന്നുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ പ്രവർത്തികൾ ആർക്കാണ് അനുഭവിക്കുവാൻ സാധിക്കുന്നത്? ഈശോ അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിരവധി തവണ ഓരോ വ്യക്തികളോടും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിനക്ക് ഞാനിത് ചെയ്തു തരുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഹെബ്രായർ 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവൻ ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഇന്ന് ദൈവത്തിന്റെ പ്രവർത്തികൾ നമുക്കായി കടന്നു വരും. ദൈവം അനുകൂലമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക. അത് പോസിറ്റീവായിട്ട് വേണം വിശ്വസിക്കാൻ. റോമാലേഖനം 8:31 ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കും? നല്ലവനായ സ്നേഹം നിറഞ്ഞ നിന്റെ പിതാവായ ദൈവം നിന്റെ പക്ഷത്തുണ്ട്. വിശ്വസിക്കുക. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ പിതാവ് എത്രയോ അധികം നല്ല ദാനങ്ങളെ അവിടുന്ന് നമുക്കായി വർഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സ്വർഗീയ പിതാവ്, യേശു നമ്മളോട് പറയുകയാണ്, യേശുനാഥൻ പറയുകയാണ്, സ്വർഗീയ പിതാവ് നിന്നെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന നല്ലവനായ ഒരു പിതാവാണ്. ഇന്ന് ആ പിതാവിന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങൾ സംഭവിക്കും. ഞങ്ങൾ ഇംഗ്ലണ്ടിൽ ഒരു ശുശ്രൂഷയ്ക്കായിട്ടുള്ള യാത്രയാണ്. തിങ്കളും ചൊവ്വ ദിവസങ്ങളിൽ യാത്രയുണ്ട്. രാവിലെ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് വേണം പോകാൻ. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. അവിടെ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്കും ഈ ഡ്രഗ്സ്, ആൽക്കഹോൾ അഡിക്ഷൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയും അതുപോലെ തന്നെ യുവാക്കൾക്കിടയിലൊക്കെ കുറേ ശുശ്രൂഷകൾ നിങ്ങൾ ചൊവ്വ ദിവസങ്ങളിലുണ്ട്. ഈ ശുശ്രൂഷകളുടെ വിജയത്തിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ഉണർവും അഭിഷേകവും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മുൻപിൽ, നമ്മുടെ ഈ നാളുകളിൽ കർത്താവ് ചെയ്യും. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന പ്രത്യേകമായി അടുത്ത ആഴ്ച നടക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി, നവംബർ മാസം 3-4 ദിവസങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരു പ്രവൃത്തി ദൈവം നമ്മുടെ ഈ നാളുകളിൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഓരോ മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ നിയോഗങ്ങളും വിഷയങ്ങളും ഒക്കെ അവിടുന്ന് അറിയുന്നല്ലോ. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് വരെ മറ്റുള്ളവരോട് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവൃത്തി, ക്രൂശൻ ഞങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചവൻ്റെ ആ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തിയിലൂടെ അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കണം കേട്ടോ. 3-ാം തീയതി 4-ാം തീയതി നടക്കുന്ന യാത്ര ശുശ്രൂഷകളെല്ലാം അനുഗ്രഹപ്രദമാകാൻ പ്രാർത്ഥിക്കണം. 3 മണിക്ക് എഴുന്നേറ്റ്, ഞങ്ങളുടെ ഫ്ലൈറ്റ് എപ്പോഴാണ്? 6 മണിക്കാണ്. അപ്പം രാവിലെ എഴുന്നേറ്റ് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞ് ഡയറക്റ്റ്ലി ശുശ്രൂഷകളുണ്ട്. 2 ദിവസം പാക്ഡ് ആയിട്ടുള്ള ശുശ്രൂഷകളാണ്. പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ നാമം എന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ.